ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ഏതൊരു മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഡ്യുവൽ സിം സപ്പോർട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലും 2 സിം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രൈമറി സിം ആയിരിക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അതിനകത്തായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡറി സിം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക, വാലിഡിറ്റി നിലനിർത്താൻ വേണ്ടി മാത്രം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും പതിവ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ലാഭകരമായിട്ട് നമുക്ക് വാലിഡിറ്റി മാത്രം നിലനിർത്താൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡർ ആരാണ്. പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയാൻ തന്നെ കാരണം, ഞാൻ 23 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വോഡഫോൺ വേറൊരു നെറ്റ്വർക്ക് പ്രൊവൈഡറിലേക്ക് ഞാൻ പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ആക്ച്വലി ഞാൻ ബേസിക് ആയിട്ട് നോക്കിയത് ഏതിലോട്ട് മാറ്റുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്നുള്ളത്. BSNL നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു, പക്ഷെ പല സ്ഥലങ്ങളിലും റേഞ്ച് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ BSNLന്റെ ആ ഒരു സംഭവം ഞാൻ ഇവിടെ പറയുന്നില്ല. BSNL ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല എന്താ പറയാ ഒരു വാലിഡിറ്റി നിലനിർത്താനുള്ള പ്ലാൻ, അത് ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എയർടെലിലേക്ക് വരാം കേട്ടോ. എൻ്റെ ഒരു ഫസ്റ്റ് പ്രൈമറി സിം ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എയർടെൽ ആണ്. അപ്പൊ അതിന്റെ തന്നെ ആദ്യം പറയാം, 155 രൂപയാണ് കേട്ടോ അവരുടെ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വാലിഡിറ്റി നിലനിർത്തണമെങ്കിൽ പണ്ട് 99 രൂപ ഉണ്ടായിരുന്നു, പക്ഷേ അതിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അൺലിമിറ്റഡ് കോൾ അല്ലായിരുന്നു, നമുക്ക് എന്താ പറയാ 99 രൂപ കിട്ടും. അപ്പൊ ആ ഒരു 99 രൂപ തീർക്കുന്നവരെ നമുക്ക് വിളിക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് 155 രൂപയുടെ അൺലിമിറ്റഡ് പ്ലാൻ ആണ് ബേസിക് ആയിട്ടുള്ളത്. എന്നാൽ അത് 24 ദിവസം മാത്രമാണ് കിട്ടുക. 1 GB ഡാറ്റ നമുക്കുണ്ട്, 300 SMS നമുക്ക് അതിലൂടെ അവൈലബിൾ ആണ്. കൂടാതെ 179 അൺലിമിറ്റഡ് പ്ലാൻ നോക്കുവാണെങ്കിൽ അതിനകത്തും എന്താ പറയുക ലോക്കൽ STD കോൾസ് എല്ലാം തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആണ്. കൂടാതെ 2 GB ഡാറ്റ ഉണ്ട്, 300 SMS നമുക്ക് അവൈലബിൾ ആണ്. 28 ദിവസം നമുക്ക് വാലിഡിറ്റി അവിടെ കിട്ടും കേട്ടോ. കൂടാതെ ഫ്രീ ഹെലോ ട്യൂൺസും വിങ് മ്യൂസിക്കും നമുക്ക് അവിടെ അവൈലബിൾ ആണ്, അതായത് 179 രൂപയിൽ. കൂടാതെ 199 പ്ലാൻ നോക്കുവാണെങ്കിൽ അൺലിമിറ്റഡ് കോൾസ് ആണ്, 3 GB ഡാറ്റ ഉണ്ട്, 300 SMS ഉണ്ട്. കൂടാതെ 5 രൂപ നമുക്ക് ടോക്ക് ടൈമും ആ ഒരു 199 പ്ലാനിൽ കൂടെ കിട്ടുന്നുണ്ട്. കൂടാതെ 30 ദിവസമാണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എയർടെലിന്റെ ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ അതായത് 200 രൂപയ്ക്കുള്ളിൽ ആ ഒരു പ്ലാൻസിൽ എന്ന് പറയുന്നത്. ഇനി VIയിലേക്ക് വരുവാണെങ്കിൽ VIയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ 99 രൂപയുടെ പ്ലാൻ, അതായത് 99 രൂപ ലിമിറ്റഡ് വാലിഡിറ്റി ആ ഒരു പൈസ കിട്ടും. കൂടുതൽ ലോക്കൽ ആൻഡ് നാഷണൽ കോൾസ് നമുക്ക് 2.5 പൈസ പെർ സെക്കൻഡിലാണ് നമുക്ക് അതിൽ കിട്ടുക. 200 MB ഡേറ്റ ഉണ്ട്, പക്ഷെ ഔട്ട് ഗോയിങ് SMS നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. 28 ദിവസമാണ് വാലിഡിറ്റി. ഔട്ട് ഗോയിങ് SMS ഇതിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു തൊല്ല എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു SMS നമ്മൾ അയച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഈ 99 രൂപയുടെ ചെയ്താൽ പോരാ. എന്താ പറയുക, കുറച്ചുകൂടി നമ്മൾ കാശ് കൂടിയിട്ടുള്ള സംഭവം ചെയ്യണം. ഇതിൽ കാശ് കൂടിയിട്ടുള്ള 155 ആണ്. അതിന് മുന്നേ വേറൊരു സംഭവം പറയാനുള്ളത്, 107 രൂപയുടെ വേറൊരു പ്ലാൻ നമുക്ക് VIയിൽ അവൈലബിൾ ആണ്. 107 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 107 രൂപ തന്നെ ടോക്ക് ടൈമും കിട്ടും, 2.5 പൈസ പെർ സെക്കൻഡ് തന്നെയാണ് നമ്മുടെ ആ ഒരു ലോക്കൽ ആൻഡ് നാഷണൽ കോൾസിന് ആവുക. 200 MB ഡേറ്റ അവിടെയുണ്ട്, SMS പക്ഷേ ഇവിടെയില്ല. എന്നാൽ 30 ദിവസം നമുക്ക് ടോട്ടൽ ആ ഒരു വാലിഡിറ്റി കിട്ടുന്നതാണ്. അതാണ് ഈ ഒരു 107ന്റെയും 99ന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. കൂടാതെ 155 രൂപയുടെ പ്ലാൻ, അതാണ് നമ്മുടെ എയർടെൽ പോലെ ഇവിടെയും നമുക്ക് അത്യാവശ്യം അൺലിമിറ്റഡ് കോൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്ലാൻ എന്ന് പറയുന്നത്. 2 GB ഡേറ്റ ഉണ്ട്, കൂടാതെ 300 SMS നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ 24 ദിവസം എന്നാണ് എന്താ പറയുക ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. എന്നാൽ ആമസോണിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ കാണാൻ പറ്റുന്നത് 28 ദിവസമാണ്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ എനിക്ക് തോന്നുന്നു ബെറ്റർ ആമസോണിൽ ചാർജ് ചെയ്യുന്നതാണ്, കാരണം 28 ദിവസം കിട്ടും. കൂടാതെ 179 പ്ലാനിലേക്ക് വരുവാണെങ്കിൽ അൺലിമിറ്റഡ് കോൾസ് ആണ്, അതുപോലെ തന്നെ 2 GB ഡാറ്റ ഉണ്ട്, 300 SMS ഉണ്ട്, അതേപോലെ തന്നെ 28 ഡേയ്സ് ആണ്. അതായത് 179 നമ്മുടെ ആമസോണിൽ 155 കാണിച്ചേക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആമസോണിൽ. കൂടുതൽ 195 പ്ലാൻ നോക്കുവാണെങ്കിൽ അൺലിമിറ്റഡ് കോൾസ് ആണ്, 3 GB ഡേറ്റ ഉണ്ട്, 300 SMS അവിടെയും നമുക്ക് കിട്ടും. കൂടാതെ 1 മന്ത് എന്നാണ് പറയണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് 31 ദിവസങ്ങളിലുള്ളത് 31 ദിവസം കിട്ടണം, 30 ദിവസം എന്നുള്ളത് 30 ദിവസം കിട്ടണം. എന്തായാലും അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ജിയോയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് അത്യാവശ്യം നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓഫേഴ്സ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും കാശ് കുറച്ചിട്ടായിരുന്നു പല ഓഫറുകളും, എന്നാൽ ഇപ്പോൾ കാശ് കുറച്ച് കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു എയർടെലും VI ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കുറച്ച് ലാഭകരം നമ്മുടെ ജിയോ തന്നെയാണ്. 75 രൂപയുടെ നമ്മൾ ഈ ജിയോയിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് കോൾസ് ആണ് കിട്ടുന്നത്. അതായത് എയർടെലും VI ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ രണ്ടിടത്തും ലിമിറ്റഡ് ആണെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് അൺലിമിറ്റഡ് ആയി മാറിയിട്ടുണ്ട്. കൂടാതെ 100 MB പെർ ഡേ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ എക്സ്ട്രാ ഒരു 200 MB കിട്ടുന്നുണ്ട്.
അതേപോലെ തന്നെ 50 SMS ഉണ്ട്. 23 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി ഉള്ളത്. 23 ദിവസമാണെങ്കിലും കുഴപ്പമില്ല, കാരണം എയർടെലിൽ 155 ദിവസത്തിനാണ് നമ്മൾ അൺലിമിറ്റഡിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വോഡഫോണിലും. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് 75 രൂപ കൊടുത്താൽ മതി നമുക്ക് കോളിംഗ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേതാണെങ്കിൽ നമ്മളിപ്പോൾ എയർടെലിലാണെങ്കിലും വി ഐയിലാണെങ്കിലും കോളിങ്ങിന് പോയിട്ടല്ല നമ്മൾ ഡേറ്റയും കൂടെ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും 155 പോരാ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 75 രൂപ എന്ന് പറയുന്നത് വളരെ ലാഭകരമാണ് ജിയോയിൽ. കൂടാതെ 98 നോക്കുകയാണെങ്കിൽ അവിടെയും അൺലിമിറ്റഡ് കോൾസ് ആണ്, കൂടാതെ 100 MB പെർ ഡേ ഉണ്ട്. അവിടെയും നമുക്ക് 200 MB എക്സ്ട്രാ കിട്ടും. 50 SMS ആണ്, അത് 28 ഡേയ്സിലാണ് കിട്ടുന്നത്. അതായത് നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 28 ദിവസത്തെ ആ ഒരു വാലിഡിറ്റി കിട്ടും വിത്ത് അൺലിമിറ്റഡ് കോൾസ്. ഇനി 152 രൂപ നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് കോൾസ് ആണ്, 500 MB പെർ ഡേയിലേക്ക് വരുന്നുണ്ട്. 300 SMS അവിടെ അവൈലബിൾ ആണ്. 28 ഡേയ്സ് ആണ് ആ ഒരു സംഭവത്തിനുള്ളത്. 152 എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, നമുക്ക് ഡേറ്റ കൂടി യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സത്യം പറഞ്ഞാൽ 500 MB പോലും പോരാ കേട്ടോ. കൂടാതെ 186 രൂപയിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീലാണ്. അൺലിമിറ്റഡ് കോൾസ് ആണ്, 1 GB പെർ ഡേറ്റ ഉണ്ട്. അതുപോലെ തന്നെ 100 SMS പെർ ഡേയും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. 28 ഡേയ്സ് ആണ് കേട്ടോ. കൂടാതെ ജിയോ TV, ജിയോ സിനിമ, ജിയോ ന്യൂസ്, ജിയോ ആപ്പ്, ഇതെല്ലാം തന്നെ ഇതിനകത്ത് പലതിലും വർക്കിങ്ങും ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ജിയോ ആണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്തായാലും വാലിഡിറ്റി നിലനിർത്താൻ നിങ്ങൾ ഒരു ഏറ്റവും ബേസിക് പ്ലാൻ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ജിയോയിൽ തന്നെയാണ്. കാരണം 75 നിങ്ങൾ വിട്ടേക്ക്, കാരണം അത് 23 ദിവസമേ ഉള്ളൂ. എന്നാൽ പോലും 98 രൂപ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 28 ദിവസം നമുക്ക് വാലിഡിറ്റി ലഭ്യമാകുന്നതാണ്. വീണ്ടും എനിക്ക് പറയാനുള്ളത് BSNL ചിലപ്പോൾ ഇതിനേക്കാളും വാലിഡിറ്റി എന്താ പറയുക, നമുക്ക് കാശ് കുറഞ്ഞ പ്ലാനുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ തന്നെ BSNL യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വാലിഡിറ്റി പ്ലാൻ ഏതാണ് അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ 23 വർഷങ്ങൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വോഡഫോൺ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറിനെ ഞാൻ അങ്ങോട്ട് പോർട്ട് ചെയ്തിട്ട് ജിയോയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.